കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് അതിർത്തിയിൽ വിട്ട കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മാനന്തവാടിയിൽ നടന്നത് സമാനതകളില്ലാത്ത പ്രതിഷേധം. ഒരു പകൽ നീണ്ട പ്രതിഷേധം സർക്കാർ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗ തീരുമാനങ്ങളോടെയാണ് അവസാനിച്ചത്. ഏഴരയ്ക്കാണ് ചാലിഗദ്ദ പനച്ചിയിൽ അജി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദുഃഖവാർത്ത നാട്ടിൽ പരന്നത്. കർണാടക വനം വകുപ്പ് ഹാസനിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചുവിട്ട കാട്ടാനയാണ് വയനാട് അതിർത്തി പിന്നിട്ടെത്തിയത്. ആനയെ കണ്ട് ഭയന്നോടിയ അജി സുഹൃത്തിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്നെങ്കിലും പിന്നാലെ എത്തിയ ആന ആക്രമിക്കുകയായിരുന്നു. മാനന്തവാടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. തുടർന്ന് നടന്നത് മാനന്തവാടി ഇതുവരെ കാണാത്ത പ്രതിഷേധം. ജില്ലാ കളക്ടറെയും ജില്ലാ പോലീസ് മേധാവിയെയും നാട്ടുകാർ തടഞ്ഞു. മൃതദേഹവുമായി നാട്ടുകാർ റോഡിലേക്കും കളക്ടർ യോഗം വിളിച്ച സബ് കളക്ടർ ഓഫീസിലേക്കും എത്തി. നഗരം സ്തംഭിച്ചു. മണിക്കൂറുകൾ ഗതാഗതം സ്തംഭിച്ചു. കളക്ടർ വിളിച്ച യോഗം തീരുമാനങ്ങളിൽ എത്താൻ വൈകിയത് പ്രതിഷേധം കടുപ്പിച്ചു. വനം മന്ത്രി AK ശശീന്ദ്രൻ കളക്ടർ R രേണുരാജുമായി ആശയവിനിമയം നടത്തി. ആനയെ വെടിവെച്ചു കൊല്ലണം, 50 ലക്ഷം നഷ്ടപരിഹാരം നൽകണം, ആശ്രിതന് സ്ഥിര ജോലി തുടങ്ങിയവ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. 10 ലക്ഷം രൂപ തിങ്കളാഴ്ച നൽകാനും ബാക്കി തുകയ്ക്ക് അനുകൂല ശുപാർശ നൽകാനും സ്ഥിര ജോലിയും കടബാധ്യത നീക്കാൻ ഇടപെടലും യോഗം ഉറപ്പു നൽകി. 2 MLA-മാരും കളക്ടറും കൂടിയിരുന്ന് ഫോറസ്റ്റ് മിനിസ്റ്റർ വിളിച്ചതിന് ശേഷമാണ് തീരുമാനം പറയുകയുണ്ടായത്. അതുപോലെ തന്നെ 2 വിദ്യാർത്ഥികളുണ്ട്. അവരുടെ പഠിക്കുന്ന സൗകര്യം മുഴുവൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കടങ്ങൾ മുഴുവൻ ഏതൊക്കെ കടമുണ്ടോ അത് മുഴുവൻ എഴുതി തള്ളാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. ആനയെ മയക്കുവെടിവെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റാനും ഉത്തരവിറങ്ങി. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം അങ്ങനെ അവസാനിച്ചു. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച് നാളെ പടമലപ്പള്ളിയിൽ അജിയുടെ പൊതുദർശനം നടക്കും. അതേസമയം ആനയെ മയക്കുവെടിവെക്കാനുള്ള ശ്രമങ്ങൾ നാളെയും തുടരും. വൈകിട്ടോടെ ഇന്നത്തെ ദൗത്യം ഫലം കാണാതെ അവസാനിപ്പിച്ചിരുന്നു. അമൃത ന്യൂസ്, വയനാട്.